നമ്മളെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ നേരെ ആ കോമ്പൗണ്ടിൽ ബാക്ക് സൈഡിലുള്ള മതിലാണ്. ഇത് നോക്കി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇത് നേരാവുകയാണെങ്കിൽ നേരായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ പൊക്കി പിടിച്ച് വരാൻ കാരണം. ഇത് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് ആയിട്ട് ഓഫീസുകൾ കൂടെ ഒക്കെ പോയതാ അത്രേ. ഇതുവരെ ആയിട്ട് ഇതിനൊരു ബെനിഫിറ്റ് കണ്ടില്ല എന്നാ പറയണത്. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ കുറ്റം പറയണമൊന്നുമില്ല. അധികാരികള് കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. മദ്രസക്കുള്ള കുട്ടികൾ നടന്നു പോണ വഴിയാണ്. അതുപോലെ GM UP സ്കൂൾ ഉണ്ട് തൊട്ടപ്പുറത്ത്, അതിലേക്കുള്ള കുട്ടികളും നടന്നു പോണ വഴിയാണ്. അങ്ങനെ 2-3 സ്കൂളുകൾക്ക് കുട്ടികൾ പാസ് ചെയ്യണ ഒരു റോഡാണിത്. റോഡ് ഭയങ്കര വീതി കുറവാണ്. അപ്പോൾ ഈ മതിൽ വീണ് കഴിഞ്ഞാൽ ഷുവറായിട്ടും ഈ കുട്ടികളുടെ മേലക്കന്നെ വീഴും, അതിലൊരു സംശയമില്ല. ഈ തല മുതൽ അത് ആ തല വരെ കഴിഞ്ഞ മുമ്പത്തെ ഏതോ മഴക്കാലത്ത് വീണതാണിത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ഈ മഴക്കാലത്ത് എന്തായാലും ഇത് വീണിരിക്കും. ഇങ്ങനെ ഭീഷണിയായിട്ടുള്ള മതിലൊക്കെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ മതിൽ വെച്ചിട്ടില്ലെങ്കിലും ഇതൊന്ന് പൊളിച്ചിട്ട് തന്നാൽ മതി. ഇത് പിടിച്ച് ഇളകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. പക്ഷെ ഇതിൽ തൊട്ട പ്രശ്നമാവും. ഞങ്ങക്ക് നല്ല പേടി ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ഒച്ചകള് കാര്യങ്ങള്. ഞാനിപ്പോ 5-ല്. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികളൊക്കെ ഇത്ര പേടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതെങ്കിലും ഒന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇപ്പൊ ഈ മതിലിന്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിലുള്ള താത്താനോട് നമുക്ക് ചോദിച്ചു നോക്കാം. തലയിൽ കൂടി ഊണാ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. പരാതി അതിന്റെ മുന്നേ എല്ലാവരും കൊടുത്തുക്കണം ഇവിടെ. പക്ഷെ ഇത് വന്ന് ഫോട്ടോ എടുക്കുക അളക്കുക എന്നൊക്കെ അല്ലാതെ മതിലുമൽക്ക് പണിക്കൊരു ഇത് എത്തിയിട്ടില്ല. അതായത് 3 ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ അത് ശരിയാവും. ഒന്ന് കളക്ടർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ഇതുപോലെ ആളുകളൊക്കെ സ്ഥിരമായിട്ട് നടന്നു പോണ ഏരിയ ആണ്. ഈ മഴക്കാലത്ത് ഇത് വീഴും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക്. പല അധികാരികളുമായി ഈ കമ്മിറ്റി ഭാരവാഹികളും ഇവിടുത്തെ കൗൺസിലർമാരൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിന് പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്തു തരിക. അതിപ്പോൾ കമൻറ്റ് ബോക്സിൽ VD സതീശൻ സാറെ മെൻഷൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ കളക്ടറെ മെൻഷൻ ചെയ്തിട്ടോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മെൻഷൻ ചെയ്തിട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മെൻഷൻ ചെയ്തിട്ടോ പറ്റണത് ചെയ്തു തരും. ഓക്കെ, ഇതിപ്പോൾ ആരെയും കുറ്റം കാണിക്കാനൊന്നും അല്ല ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് ശരിയാവുകയാണെങ്കിൽ അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, എന്നാൽ ശരി എന്നാൽ.